ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസിന്റെ പുറകില് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? പലരും ബുക്ക് കീപ്പിങ്ങും അക്കൗണ്ടിങ്ങും ഈ രണ്ട് വാക്കുകളും ഒരേ അർത്ഥത്തിലാണ്, ഒരേ മീനിങ്ങിലാണ് യൂസ് ചെയ്യാറുള്ളത്. എന്നാൽ ആസ് എ കൊമേഴ്സ് സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്തായാലും അറിഞ്ഞിരിക്കണം. ഇന്നത്തെ വീഡിയോയില് നമ്മള് ബുക്ക് കീപ്പിംഗ് എന്താണ്, അക്കൗണ്ടിങ് എന്താണ്, അവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം: ഒരു നല്ല ഫൗണ്ടേഷൻ ഇല്ലാതെ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു വീട് പണിയാൻ പറ്റില്ല, അല്ലേ? അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ലോകത്ത് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള തറക്കല്ലാണ്. അതിനു മുകളിൽ നമ്മൾ പണിയുന്ന ഒരു വീടാണ് നമ്മുടെ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ആദ്യമായിട്ട് നമുക്ക് ബുക്ക് കീപ്പിംഗ് എന്താണെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, രാഹുല് ഒരു കേക്ക് ഷോപ്പ് തുടങ്ങിയെന്ന് വിചാരിക്കാം. അവിടെ 2 ഓർഡർ കിട്ടുന്നു കേക്കിന് വേണ്ടിയിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് രാഹുല് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു. ആ കേക്ക് ഡെലിവറി ചെയ്യുന്നതിനുള്ള ബോക്സും കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള മെറ്റീരിയലും എല്ലാം പുറത്തൊരു കടയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു. അതേപോലെ തന്നെ കേക്ക് മേക്ക് ചെയ്തതിന് ശേഷം ആ കേക്ക് കസ്റ്റമേഴ്സ് വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നു. ഇവിടെ ഒരു പർച്ചേസും ഉണ്ടായി, ഒരു സെയിലും ഉണ്ടായി, അല്ലേ? അന്ന് ഈവനിങ് ആയപ്പോൾ രാഹുൽ എന്ത് ചെയ്തു? ഇത് ഒരു ബുക്കില് എഴുതി വെച്ചു. ഇത്ര രൂപയുടെ സെയിൽ ഉണ്ടായി, ഇത്ര രൂപയുടെ പർച്ചേസ് ഉണ്ടായി. അതാണ് സിംപ്ലി ബുക്ക് കീപ്പിംഗില് നടക്കുന്നത്. വാട്ട് ഈസ് ബുക്ക് കീപ്പിംഗ്? ബുക്ക് കീപ്പിംഗ് is the systematic recording, identifying, classifying of daily financial transactions. It is a routine administrative task. നമ്മുടെ ഡെയിലി ഉണ്ടാകുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെ ഐഡന്റിഫൈ ചെയ്ത്, ക്ലാസിഫൈ ചെയ്ത് അതിനെ റെക്കോർഡ് ചെയ്യുന്നു സിസ്റ്റമാറ്റിക്കലി. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. അതൊരു റുട്ടീൻ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിളില് രാഹുൽ അവിടെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഡീറ്റെയിൽസ്, ഈ ഡാറ്റ ഒരു ബുക്കില് രാഹുൽ എഴുതി വെക്കുന്നു. അതായത് ഇത്രത്തോളം സെയിൽ ഉണ്ടായി, ഇത്രത്തോളം പർച്ചേസ് ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് അതിനെ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത്, ക്ലാസിഫൈ ചെയ്ത് സിസ്റ്റമാറ്റിക്കലി റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ, ബുക്ക് കീപ്പിംഗ് ഈസ് സിംപ്ലി ദ ആക്ട് ഓഫ് റൈറ്റിംഗ് ഡൗൺ എവറി സിംഗിൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, മണി കമ്മിങ് ഇൻ ആൻഡ് മണി ഗോയിങ് ഔട്ട് ഇൻ എ ബുക്ക്. ഒരു ബുക്കില് എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും ഓരോ സിംഗിൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യുന്നു. അതായത് പൈസ വരുന്നതും പൈസ പോകുന്നതും. അതായത് ഒരു സ്ഥാപനത്തിലെ ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ്, ക്യാഷ് ബുക്ക്, ബാങ്ക് ബുക്ക്, ജേണൽ, സെയിൽസ് രജിസ്റ്റേഴ്സ്, പർച്ചേസ് രജിസ്റ്റേഴ്സ്, ഇതിലേക്ക് എല്ലാത്തിലേക്കും മാറ്റിയതിനു ശേഷം അതാത് ലെഡ്ജറിലേക്ക് എൻറ്റർ ചെയ്തു. എന്നിട്ട് സമയാസമയങ്ങളിൽ ബാലൻസ് ചെയ്യുന്നത് വരെയാണ് ബുക്ക് കീപ്പിംഗില് നടക്കുന്ന ആക്ടിവിറ്റി. ഇവിടെ കോംപ്ലക്സ് ആയിട്ടുള്ള തിങ്കിങ് ഒന്നുമില്ല. ഇത് നമ്മള് പ്രോഫിറ്റ് മനസ്സിലാക്കാനോ ബിസിനസിന്റെ ഗ്രോത്ത് മനസ്സിലാക്കാനോ ഒന്നും ചെയ്യുന്നതല്ല. ഇറ്റ് ഈസ് സിംപ്ലി ഫോർ കീപ്പിംഗ് ആൻ അക്യുറേറ്റ് ഹിസ്റ്ററി ഓഫ് ക്യാഷ്. ക്യാഷിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബുക്ക് കീപ്പിംഗ് ചെയ്യുന്നത്. ബുക്ക് കീപ്പിംഗില് ഡാറ്റ എല്ലാം റെക്കോർഡ് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞു. ഇനി അക്കൗണ്ടിങ്ങിൽ എന്താ നടക്കുന്നത്? അക്കൗണ്ടിങ്ങിൽ എന്ത് നടക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബുക്ക് കീപ്പർ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റനെല്ലാം മീനിങ് ഫുൾ ഇൻസൈറ്റിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളില് രാഹുൽ എല്ലാ ഫിനാൻഷ്യൽ ഡാറ്റയും കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഡാറ്റ ചുമ്മാ കളക്ട് ചെയ്ത് വെച്ചത് കൊണ്ട് അവിടുത്തെ ഫിനാൻഷ്യൽ പൊസിഷനോ പ്രോഫിറ്റോ ഒന്നും അറിയാൻ പറ്റില്ല, അല്ലെ? അതുകൊണ്ട് തന്നെ രാഹുൽ ഒരു അക്കൗണ്ടന്റിനെ അപ്പോയിന്റ് ചെയ്യുന്നു. അപ്പോൾ ആ അക്കൗണ്ടന്റ് എല്ലാ ഫിനാൻഷ്യൽ റെക്കോർഡ്സും പ്രിപ്പയർ ചെയ്യുന്നു. അതിനുശേഷം ആ ഒരു ബിസിനസ്സിന് പ്രോഫിറ്റ് ആണോ, ഗ്രോത്ത് ആണോ, ലോസ് ആണോ എന്നെല്ലാം കണ്ടുപിടിക്കുന്നു. സോ ഈ ഒരു പ്രോസസ്സിനെ, അതായത് ഈ ഡാറ്റ അനലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സാണ് അക്കൗണ്ടിങ്ങിൽ നടക്കുന്നത്. What is accounting? The art of recording, classifying, summarizing, analyzing and interpreting the business transactions systematically and communicating the business result to interested users in accounting. അതായത് ബിസിനസ് ട്രാൻസാക്ഷൻസിനെ സിസ്റ്റമാറ്റിക്കലി റെക്കോർഡ് ചെയ്ത്, ക്ലാസിഫൈ ചെയ്ത്, സമ്മറൈസ് ചെയ്ത്, അനലൈസ് ചെയ്ത്, ഇന്റർപ്രറ്റ് ചെയ്തിട്ട് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സാണ് നമ്മുടെ അക്കൗണ്ടിങ്ങിൽ നടക്കുന്നത്. സിംപിളി ഡാറ്റ അനാലിസിസ് ആണ് അക്കൗണ്ടിങ്ങിൽ നടക്കുന്നത്. എന്നാൽ ബുക്ക് കീപ്പിംഗില് ഡാറ്റ എൻട്രി മാത്രമേ നടക്കുന്നുള്ളൂ. എന്താണ് ബുക്ക് കീപ്പിംഗ്, എന്താണ് അക്കൗണ്ടിങ് എന്ന കോൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് അതിന്റെ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം.
ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ റെക്കോർഡിംഗ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, മെഷറിംഗ് ദം, റെക്കോർഡിംഗ് ആൻഡ് ക്ലാസിഫൈയിങ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യുന്നു, അതിനെ മെഷർ ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു. അത്രയും പ്രോസസ്സ് മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. ജസ്റ്റ് ഒരു ഡാറ്റ എൻട്രി മാത്രമേ നമ്മുടെ ബുക്ക് കീപ്പിംഗിൽ നടക്കുന്നുള്ളൂ. എന്നാൽ അക്കൗണ്ടിങ്ങിലാണെങ്കിൽ അക്കൗണ്ടിങ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ഇന്റർപ്രറ്റിംഗ്, ക്ലാസിഫൈയിങ്, അനലൈസിംഗ്, റിപ്പോർട്ടിംഗ് ആൻഡ് സമ്മറൈസിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ്. ഇത്രയും കാര്യങ്ങളും അക്കൗണ്ടിങ്ങിലാണ് നടക്കുന്നത്. അതായത് ഇന്റർപ്രറ്റ് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു, റിപ്പോർട്ട് ചെയ്യുന്നു, സമ്മറൈസ് ചെയ്യുന്നു, ഇക്കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇത്തരം പ്രോസസ്സുകളെല്ലാം നടക്കുന്നത് അക്കൗണ്ടിങ്ങിലാണ്. ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് പ്രൈമറി സ്റ്റേജ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വീടുണ്ടാക്കുമ്പോൾ അതിനൊരു ഫൗണ്ടേഷൻ വേണം അല്ലെ, ആ ഫൗണ്ടേഷൻ സ്റ്റേജ് ആണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ദെൻ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡറി സ്റ്റേജ് ആണ്. അതായത് ബുക്ക് കീപ്പിംഗിൽ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റാസ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ അക്കൗണ്ടിങ്ങിൽ ഇന്റർപ്രിട്ടേഷൻ, അനാലിസിസും എല്ലാം നടക്കുന്നത്. തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് കീപ്പിംഗിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മെയിൻറ്റെയിൻ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുകളുടെ ഒരു സിസ്റ്റമാറ്റിക് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നത് മാത്രമാണ് ബുക്ക് കീപ്പിംഗിൽ ചെയ്യുന്നത്. എന്നാൽ അക്കൗണ്ടിങ്ങിൽ ഫംഗ്ഷൻ ഈസ് അസർട്ടൈനിങ് ബിസിനസ് ഇൻകം ഓർ ഫിനാൻഷ്യൽ പൊസിഷൻ. ബിസിനസിന്റെ ഇൻകം എത്രയാണ്, ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ്, ഇതെല്ലാം കണ്ടെത്തലാണ് അക്കൗണ്ടിങ്ങിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ബുക്ക് കീപ്പിംഗിന്റെ സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു അവിടെ ട്രാൻസാക്ഷൻസ് മാത്രമേ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ, ഡാറ്റ എൻട്രി മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്നാൽ അക്കൗണ്ടിങ്ങിന്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ വളരെ വൈഡ് ആണ്. അവിടെ ഇന്റർപ്രിട്ടേഷൻ, ക്ലാസിഫൈയിങ്, അനലൈസിങ്, റിപ്പോർട്ടിംഗ് ഇതെല്ലാം നടക്കുന്നുണ്ട് അല്ലെ. ഡാറ്റയുടെ കംപ്ലീറ്റ് ഒരു അനാലിസിസ് ആണ് അവിടെ നടക്കുന്നത്. അനാലിസിസ് മാത്രമല്ല, അതിന്റെ റിസൾട്ടും അവിടെ കണ്ടുപിടിക്കുന്നുണ്ട്. ഇനി ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത് ബുക്ക് കീപ്പിംഗിൽ നമ്മൾ വൗച്ചേഴ്സ്, അതുപോലെ തന്നെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്നാൽ അക്കൗണ്ടിങ്ങിലാണെങ്കിൽ ബുക്ക് കീപ്പിംഗ് ആണ് അക്കൗണ്ടിങ്ങിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. ബുക്ക് കീപ്പിംഗ് എൻഡ് ചെയ്യുന്നിടത്താണ് നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിലെ ഇൻഫോർമേഷൻ ആണ് അക്കൗണ്ടിങ്ങിന്റെ ബേസ് എന്ന് പറയുന്നത്. സിക്സ്ത് പോയിന്റ് എന്ന് പറയുന്നത് ബുക്ക് കീപ്പിംഗ് ഒരിക്കലും ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നില്ല. അവിടെ ജസ്റ്റ് ഒരു ട്രാൻസാക്ഷന്റെ റെക്കോർഡ് അല്ലെങ്കിൽ ഡാറ്റയുടെ എൻട്രി മാത്രമാണ് നടക്കുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു ക്യാഷിന്റെ ഹിസ്റ്ററി, ഇതെല്ലാം മാത്രമേ അവിടെ നിന്ന് മനസ്സിലാവുള്ളൂ. എന്നാൽ അക്കൗണ്ടിങ് മാനേജ്മെന്റിന് ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ, നമ്മുടെ ഗ്രോത്ത്, ലോസ് ഇതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി എന്തെല്ലാം ഇംപ്രൂവ്മെന്റ് നമ്മുടെ ബിസിനസ്സിന് വേണമെന്നെല്ലാം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. സെവൻത്ത് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. എലിമെന്ററി നോളജ് മാത്രം മതി നമുക്ക് ബുക്ക് കീപ്പിംഗ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ അക്കൗണ്ടിങ്ങിലോട്ട് പോവുകയാണെങ്കിൽ അതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള നോളജ് ആവശ്യമാണ് അക്കൗണ്ടിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അക്കൗണ്ടൻസിനെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത്. സോ ഇത്ര നേരം പറഞ്ഞിട്ടുള്ള ഡിഫറൻസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബാക്കി എല്ലാ കോൺസെപ്റ്റും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.